ഓം ഗണപതേ നമഃ. ഓം രാമചന്ദ്രായ നമഃ. പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് പരിശോധിക്കുന്നത് വാൽമീകി രാമായണം കിഷ്കിന്ധാകാണ്ഡത്തിലെ 60-ാമത് സർഗമാണ്. കുളിച്ച് സഹോദരൻ്റെ ഉദകക്രിയകൾ കഴിഞ്ഞ് സന്തുഷ്ടനായി വന്ന ശമ്പാദി വാനരന്മാരോടുകൂടി ഇരുന്ന അംഗദനോട് മുമ്പ് പറഞ്ഞതിൻ്റെ ബാക്കി കഥകളാണ് ഈ സർഗത്തിലും പറയുന്നത്. ശമ്പാദി പറഞ്ഞു തുടങ്ങുകയാണ്. ജാനകി എപ്രകാരമാണ് എന്നതിനെപ്പറ്റി എനിക്കറിയാവുന്ന വിധത്തിൽ ഞാൻ വിവരിക്കാം. നിങ്ങളത് ശ്രദ്ധിച്ച് കേൾക്കണം. പണ്ട് വിന്ധ്യൻ്റെ കൊടുമുടിയിലെ സൂര്യൻ്റെ ചൂടേറ്റ് ഉടൽ പൊള്ളിയവനായിട്ട് ചിറക് കരിഞ്ഞ് ഞാൻ വീണത് പറഞ്ഞുവല്ലോ. 6-ാം നാളിലാണ് എനിക്ക് ബോധമുണ്ടായത്. അപ്പോൾ യാതൊന്നും ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല. അല്പസമയത്തിന് ശേഷം ചില ഓർമ്മകൾ എന്നിലുണ്ടായി. സാഗരങ്ങളും ശൈലങ്ങളും നദികളും ജലാശയങ്ങളും വനങ്ങളും എല്ലാം എൻ്റെ ഓർമ്മയിലേക്ക് തെളിഞ്ഞു വന്നു. സന്തുഷ്ടരായി പറക്കുന്ന പക്ഷികളോടും ഗുഹകളോടുകൂടിയ ശിഖരങ്ങളുള്ളതും ദക്ഷിണസാഗര തീരത്ത് വർത്തിക്കുന്നതുമായ വിന്ധ്യാപർവ്വതമാണ് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അവിടെ സർവരാലും പൂജിക്കുന്ന നിശാകരൻ എന്ന ഋഷി തപസ് ചെയ്തുകൊണ്ടിരുന്നു. അദ്ദേഹം സ്വർഗം പോകിയതിന് ശേഷം ഞാൻ 8000 വർഷം പിന്നിട്ടിരിക്കുകയാണ്. സുഗന്ധിയായ കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്ന എല്ലാ മരങ്ങളും പൂത്തിട്ടുള്ളതും കായ പിടിച്ചിട്ടുള്ളതുമായ ചുറ്റുപാടുകളുള്ള അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിലേക്ക് അദ്ദേഹം പോകും മുമ്പ് ഞാൻ അല്പം ബന്ധപ്പെട്ട് ഇറങ്ങി വന്നു. അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ അവിടെ അദ്ദേഹത്തെ കാത്ത് ഇരുന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ ജ്വലിക്കുന്ന തേജസ്സോടുകൂടിയ ഋഷി തെക്കുനിന്ന് കുളി കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ആശ്രമത്തിലേക്ക് വരുന്നത് കാണാനിടയായി. അദ്ദേഹത്തിന് ചുറ്റും അദ്ദേഹം പോറ്റുന്നവർ എന്ന് തോന്നിക്കുന്ന വിധത്തിൽ കരടികൾ, മാനുകൾ, പുലികൾ, സിംഹങ്ങൾ, നാനാതരത്തിലുള്ള സർപ്പങ്ങൾ എന്നിവർ ഉണ്ടായിരുന്നു. അദ്ദേഹം ആശ്രമത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ അവരെല്ലാം മടങ്ങിപ്പോയി. ആശ്രമത്തിനുള്ളിലേക്ക് പ്രവേശിച്ച ഋഷി എന്നെ കണ്ട് പെട്ടെന്ന് പുറത്തേക്ക് വന്ന് വിവരങ്ങൾ ചോദിച്ചു. സൗമ്യ, നിന്റെ തൂവലുകൾ പോയതിനാൽ എനിക്ക് നിന്നെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചില്ല. നിന്റെ ചിറകുകൾ കരിഞ്ഞിരിക്കുന്നല്ലോ. ശരീരത്തെ ഓജസ്സും നഷ്ടപ്പെട്ടിരിക്കുന്നു. ഉടലിലും പൊള്ളലുണ്ട്. ഞാൻ നിങ്ങൾ ജ്യേഷ്ഠാനുജന്മാരെ ഒന്നിച്ച് മാത്രമേ കണ്ടിട്ടുള്ളൂ. മനുഷ്യരൂപം ധരിച്ച് എൻ്റെ കാൽ പിടിച്ച് വന്ദിച്ചിരുന്ന നിന്നെ ജ്യേഷ്ഠനായും ജടായുവിനെ അനുജനുമായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. നിനക്ക് എന്ത് വ്യാധിയാണ് പിടികൂടിയത്? ചിറകുകൾ അറ്റുപോയത് എങ്ങനെയാണ്? ആരാനും നിന്നെ ദണ്ഡിപ്പിച്ചുവോ? എല്ലാം പറഞ്ഞാലും. ഋഷി സമ്പാദിയോട് ഇത്രയും വിവരങ്ങൾ ചോദിച്ചപ്പോഴേക്കും ഈ സർഗം പൂർത്തിയായിരിക്കുകയാണ്. ബാക്കി മറുപടി നമുക്ക് അടുത്ത സർഗത്തിൽ മനസ്സിലാക്കാം. ഓം രാമചന്ദ്രായ നമഃ. ഓം സീതാപതേ നമഃ.